ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മോണിറ്റൈസേഷനെ കുറിച്ചാണ്. ഞാൻ ഇന്നൊരു ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു. ചാനലിൽ ചെന്നപ്പോൾ അവർ മോണിയായിട്ടുണ്ട്, പക്ഷേ അവർക്ക് പേടിയാണ് കൊടുക്കാൻ. കാരണം മോണിയായിട്ട് ചിലപ്പം കട്ടായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒന്നും അവർക്കറിയത്തില്ല. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ മോണിക്ക് കൊടുക്കുമ്പോൾ സാധാരണ മോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഹാഫ് മോണി എന്ന് പറഞ്ഞാൽ 3000 വാച്ച് അവർ, ഫുൾ മോണി എന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവറാണ്. ചിലവർ 4000 വാച്ച് അവറിന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ഫുൾ മോണിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിലർ പറയാന്നല്ല ഹാഫ് മോണിക്ക് കൊടുക്കണ്ട, ഫുൾ മോണിക്ക് കൊടുത്തായിരുന്നു കാരണം നമുക്ക് യൂട്യൂബ് ഓരോ സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ 3000 വാച്ച് അവർ, ഈ 3000 വാച്ച് അവർ ആകുമ്പോഴാണ് നമ്മൾ ഹാഫ് മോണി ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മുടെ മോണിക്ക് കൊടുക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ ലൈവ്, ചിലരൊക്കെ സൈഡ് ലൈവ് ഒക്കെ ആയിരിക്കും ഇട്ടിട്ടുള്ളത്, ചിലർ ഫേസ് ലൈവ് ആയിരിക്കും ഇട്ടിട്ടുള്ളത്. ഫേസ് ലൈവ് ഇട്ടിട്ടുള്ളത് കുഴപ്പമില്ല. അപ്പോൾ ഈ മോണിക്ക് മുമ്പിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള വിവരങ്ങളാണ് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിപ്പിക്കാൻ പോകുന്നത്. അതായത് കോപ്പിറൈറ്റ് കാണും ചിലർക്കൊക്കെ. കോപ്പിറൈറ്റ് ചിലർ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുമ്പം കോപ്പിറൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കോപ്പിറൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് എടുത്ത് മാറ്റുക, അത് ഈസിയാണ്. കോപ്പിറൈറ്റ് എങ്ങനെ മാറ്റുന്നത് വെച്ചാൽ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കോപ്പിറൈറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് എടുത്ത് മാറ്റുക. പിന്നെ ചിലർ സൈലൻറ്റ് ലൈവ് ഇട്ടിട്ടുണ്ട്. ആ സൈലൻറ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിനകത്ത് നിന്നൊക്കെ കുസൃതി ചോദ്യം അങ്ങനെയൊക്കെ ഉള്ളത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർ ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും എഡിറ്റ് ചെയ്യാതെയാണ് ഇവർ ലൈവ് കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും എഡിറ്റ് ചെയ്യാതെ കൊണ്ടിടുകയെന്നുണ്ടെങ്കിൽ മോണിക്ക് വരുമ്പം ഇത് കൊടുക്കുമ്പം റീയൂസ്ഡ് അടിക്കും. അതായത് ആവർത്തിച്ചിട്ടുള്ള കണ്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ അവർ റീയൂസ്ഡ് അടിച്ച് അപ്പോൾ തന്നെ മോണി കട്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിടുക. നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് ദിവസം ഓരോന്ന് വെച്ചിട്ട് നിങ്ങളത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഫ്രീസായി പോകും. അതിന് വേണ്ടിയിട്ടാണ് ദിവസം ഓരോ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഡിലീറ്റ് ആക്കേണ്ടത്. പിന്നെ അതേപോലെ ഷോർട്സ്, നമ്മൾ ഷോർട്സ് അതിനകത്ത് നല്ല പിന്നെ വേറെ ചാനലിൻ്റെ മാർക്ക്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഷെയർ ചാറ്റ് എന്നൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തു, നല്ലൊരു വ്യൂസും കിട്ടാവുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. ആ വീഡിയോ നമ്മൾ അതേപടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കയറ്റിയിടുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചാറ്റിൻ്റെ എംബ്ലം വരുന്ന ഒരു ലെവലിൽ ആ സൈഡിൽ കാണിക്കും. പിന്നെ നമ്മൾ ആ പാട്ടോട് കൂടി കൊണ്ടു ചേർക്കുക, അതിൻ്റെ കോപ്പി റൈറ്റിംഗ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഷോർട്സ് ഒക്കെ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു പ്രാവശ്യം നമുക്ക് മോണിയൊക്കെ ആകുമ്പം ഈ ഒരു വീഡിയോ പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഷോർട്സും കൂടി ശ്രദ്ധിക്കുക. ഇതിനകത്ത് മാർക്കിങ്ങോ വേറെ ചാനലിൻ്റെയോ വേറെ എന്തെങ്കിലും ഒരു എംബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് ഡിലീറ്റ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ മോണിക്ക് കൊടുക്കാൻ. ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ ചോദ്യം ഗൂഗിളിനകത്ത് നിന്നൊക്കെ ചോദ്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ ചോദ്യം മാത്രമേ എടുക്കത്തുള്ളൂ. ആ ചോദ്യം എടുത്തിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പെന്ന് വെച്ചാൽ ഇൻഷോട്ട് ആപ്പാണ്. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം കൊണ്ടുവന്ന് സ്ക്രീൻ കാസ്റ്റായിട്ട് ഞാൻ ഇടുന്നത്. ആർക്കും റീയൂസ്ഡോ അങ്ങനെയൊന്നും അടിക്കാതിരിക്കട്ടെ, എല്ലാവരും മോണി ആവട്ടെ. അപ്പോൾ മോണി ആക്കുന്നതിന് മുമ്പിട്ട് നിങ്ങളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഹാഫ് മോണിക്ക് കൊടുക്കാൻ. ഹാഫ് മോണിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ മോണിക്ക് കൊടുക്കുക. ഫുൾ മോണിക്ക് കൊടുക്കുമ്പം നിങ്ങൾ ഫുള്ള് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പം എല്ലാവരും മോണി ആവട്ടെ. ഒന്നുകൂടെ ഒരിക്കൽ കൂടി നിങ്ങളെ ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.